ഇംഗ്ലീഷ് എങ്ങനെ മലയാളത്തിലൂടെ പഠിക്കാമെന്ന് നമ്മുടെ 44ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിലായി നമ്മൾ സബോർഡിനേറ്റ് കൺജങ്ഷനിൽ ആദ്യത്തെ ടൈം, രണ്ടാമത്തെ കോസ് ഓർ റീസൺ പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സബോർഡിനേറ്റീവ് കൺജങ്ഷനിൽ കണ്ടീഷൻസ് ആണ്. കണ്ടീഷൻസിൽ 3-4 കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ 2 ടോപ്പിക്ക് വെച്ച് ഓരോ ദിവസങ്ങളിലായിട്ട് പഠിക്കാം. കണ്ടീഷൻസിൽ വരുന്നത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇഫ്, അൺലെസ്, ഇൻ കേസ്, ഈവൻ ഇഫ്, ഓൺലി ഇഫ്, ഇത്രയും കാര്യങ്ങളാണ് കണ്ടീഷൻസിൽ വരുന്നത്. അപ്പോൾ ഇന്ന് ഇഫും അൺലെസ്സും പഠിക്കാം. ഇഫ് എന്ന് പറഞ്ഞാൽ എങ്കിൽ, ആയെങ്കിൽ, ആണെങ്കിൽ എന്നൊക്കെയുള്ള വാക്കുകളാണ് ഇഫിൽ വരുന്നത്. ഫസ്റ്റ് ഉദാഹരണത്തിലേക്ക് കിടക്കാം. ഇഫ് ഇറ്റ് റെയിൻസ് ദ ഗ്രൗണ്ട് ഗെറ്റ്സ് വെറ്റ്. മഴ പെയ്യുകയാണെങ്കിൽ നിലം നനയും. ആദ്യം ഇഫ് ഉപയോഗിച്ചു, അതിനുശേഷം ആദ്യത്തെ വാചകം മഴ പെയ്യുകയാണെങ്കിൽ ഇഫ് ഇറ്റ് റെയിൻസ് എന്ന് കഴിഞ്ഞ് കോമ ഇടുക. അതിനുശേഷം അടുത്ത വാചകം എഴുതണം. കോമ നിർബന്ധമാണ്. ഇഫ് ഇറ്റ് റെയിൻസ്, കോമ, the ground gets wet. If you study hard, you will pass the exam. If you study hard, comma, you will pass the exam. നീ നന്നായി പഠിക്കുകയാണെങ്കിൽ നീ പരീക്ഷയിൽ ജയിക്കും. നീ നന്നായി പഠിക്കുകയാണെങ്കിൽ നീ പരീക്ഷയിൽ ജയിക്കും. If she call me, I can help her. If she call me, I can help her. അവൾ എന്നെ വിളിക്കുകയാണെങ്കിൽ ഞാൻ അവളെ സഹായിക്കാം. അവൾ എന്നെ വിളിച്ചാൽ എനിക്ക് അവളെ സഹായിക്കാൻ പറ്റും. ഇവിടെ ഇഫ് വന്നപ്പോൾ കണ്ടീഷനാണ്. അവൾ വിളിച്ചിട്ട് ഞാൻ സഹായിക്കില്ല. അടുത്തത് അൺലെസ്. അൺലെസ് എന്ന വാക്കിന്റെ അർത്ഥം ഏകദേശം ഇഫ് പോലെ തന്നെയാണ്, പക്ഷെ അതൊരു നെഗറ്റീവ് അർത്ഥമാണ് വരുന്നത്. ഇഫ് ആണെങ്കിൽ എന്ന് വയ്ക്കുന്നു. അൺലെസ് എന്ന് വെച്ചാൽ അല്ലെങ്കിൽ എന്നാണ് അർത്ഥം. അൺലെസ് എന്ന് വെച്ചാൽ അല്ലെങ്കിൽ എന്നാണ് അർത്ഥം. ഇഫ് നോട്ട് ആണ് ശരിക്കും അൺലെസിന്റെ അർത്ഥം വരുന്നത്. അപ്പൊ അൺലെസിന് ഒരു ഇഫ് നോട്ട് വെച്ചിട്ട് നമുക്ക് വാചകങ്ങൾ എഴുതാൻ പറ്റും. അൺലെസ്സും ഇഫ് നോട്ടും വെച്ചിട്ടുള്ള വാചകങ്ങൾ ഏതാണെന്ന് നമുക്കൊന്ന് പഠിക്കാം. അൺലെസ് വരുന്ന വാചകത്തിൽ വിൽ, ഷാൾ, വുഡ് എന്ന് ഉപയോഗിക്കാൻ പാടില്ല. Unless you will work hard, you will fail. Unless you will work hard, you will fail. നീ കഠിനാധ്വാനം ചെയ്തില്ലെങ്കിൽ തോൽക്കും. നീ കഠിനാധ്വാനം ചെയ്തില്ലെങ്കിൽ തോൽക്കും. Unless you work hard, you will fail. അതായത് നീ പണിയെടുക്കണം, കഷ്ടപ്പെട്ടാൽ തന്നെ നീ ജയിക്കുള്ളൂ എന്നാണ് അവർ ഉദ്ദേശിച്ചത്. അവിടെയും കണ്ടീഷനാണ് വരുന്നത്. If you don't work hard, you will fail. നീ കഷ്ടപ്പെട്ട് പണിയെടുത്തില്ലെങ്കിൽ കോമ വരും, you will fail. നീ തോൽക്കും. സ്വാഭാവികമല്ലേ? If she does not come, I will sad. If she does not come, comma, I will sad. അവൾ വന്നില്ലെങ്കിൽ എനിക്ക് വിഷമമാവും അല്ലെങ്കിൽ ദുഃഖമാവും. If she does not come, I will sad. ഇനി അൺലെസ് ആണെങ്കിലോ? Unless she comes, I will be sad. Unless she comes, I will be sad. അവൾ വന്നില്ലെങ്കിൽ എനിക്ക് വിഷമമാകും. Unless she comes, അവൾ വന്നില്ലെങ്കിൽ എനിക്ക് വിഷമമാകും. I will be sad. Unless it rains, comma, unless it rains, we will play. Unless it rains, we will play. മഴ പെയ്തില്ലെങ്കിൽ നമ്മൾ കളിക്കും. മഴ പെയ്തില്ലെങ്കിൽ നമ്മൾ കളിക്കും.
ഇന്ന് നമ്മൾ ഇഫ് വെച്ചിട്ട്, അൺലെസ് വെച്ചിട്ട് അല്ലെങ്കിൽ ഇഫ് നോട്ട് വെച്ചിട്ടുള്ള വാചകങ്ങൾ പഠിച്ചു. കണ്ടീഷണലാണ്. ഇനി അടുത്ത ദിവസം ബാക്കി പഠിക്കാം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം.